കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും അധികാരത്തിലേക്ക് മടങ്ങി വരാനുള്ള ഏക വഴി ഭരണവിരുദ്ധ വികാരത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ്. നേതാക്കന്മാരുടെ സെൽഫ് പ്രൊമോഷനുകൾ കൊണ്ടോ എതിരാളികളിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത് കൊണ്ടോ അവരെ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് കൊണ്ടോ ജനങ്ങൾക്കിടയിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കപ്പെടില്ല എന്ന് തിരിച്ചറിയാനെങ്കിലും യു ഡി എഫ് നേതൃത്വത്തിലെ ആളുകൾ തയ്യാറാകണം. ഇവിടെ സെൽഫ് പ്രൊമോഷനുകളുടെ കാലമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കേമത്തങ്ങൾ വിളമ്പുന്നതിനുള്ള അവസരങ്ങളായി അതിനെ മാറ്റുന്നു. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കുന്നതിൽ നേതൃത്വം നൽകേണ്ട ആളുകൾ പോലും അത്തരത്തിൽ സ്വന്തം പ്രൊമോഷന് വേണ്ടിയിട്ട് അഭിരമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്തോ മഹത്തായ കാര്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കടന്നാക്രമിച്ചതുകൊണ്ടോ പിണറായി വിജയൻ കള്ളനും അഴിമതിക്കാരനുമാണെന്ന് 1000 വട്ടം പറഞ്ഞതുകൊണ്ടോ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് മുൻകാല തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം എന്ന ആ ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നി മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാര്യം പരുങ്ങലിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാര തരംഗം ഉണ്ടായാൽ മാത്രമേ യു ഡി എഫിന് രക്ഷപ്പെടാനാകൂ. അതും തരംഗം തന്നെ ഉണ്ടാകണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊന്നും വച്ചിട്ട് യു ഡി എഫിന് ഭരിക്കാവുന്ന അവസ്ഥാവിശേഷമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നിരവധി വീഡിയോകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുപോലെ തെക്കൻ കേരളത്തിൽ എൽ ഡി എഫിനെ കടപുഴക്കാൻ കഴിയുന്ന ശക്തിയായി യു ഡി എഫിന് മാറാൻ സാധിച്ചില്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും പിടിക്കാവുന്ന പരമാവധി സീറ്റുകൾ പിടിച്ചാലും അധികാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ ജനങ്ങളുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആ സംഗതിയെ ജനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഇവർക്ക് സാധിക്കണം. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് എൽ ഡി എഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് അക്കാര്യത്തിൽ അത്രമേൽ ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുടെ യോഗം ഈ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് കൂടിയപ്പോൾ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല, നമ്മൾ 3ാമതും അധികാരത്തിൽ വരുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അത്രേ പ്രകടിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ബോധ്യമാകുന്ന കാര്യം ഈ ഭരണവിരുദ്ധ വികാരമില്ല. പാർട്ടിക്കെതിരായും ചില നേതാക്കന്മാർക്കെതിരായി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് തള്ളിവിടുന്ന കാരണമായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറുവശത്ത് യു ഡി എഫ് ചെയ്യേണ്ടത് എന്താണ്? ഏതെങ്കിലും ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അവനെന്നോ ഇവനെന്നോ പേരെടുത്തോ ഒക്കെ വിളിച്ചതുകൊണ്ട് അത് കേമത്തരമാകുന്നില്ലല്ലോ. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് പ്രയോജനവും ഉണ്ടാകുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ കയ്യടി കിട്ടുമെന്നുള്ളതിനപ്പുറത്ത് സംഘടനാ ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭരണത്തിന് ജനങ്ങൾക്കിടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താനാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടേ എന്നുള്ള മറുചോദ്യം ഉണ്ടാകാം. എല്ലായിടത്തും പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ നിരന്തരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സംസാരിക്കാനല്ല, ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ഉയർത്തിക്കാട്ടാൻ, ഭരണപരമായ വീഴ്ചകൾ ഉയർത്തിക്കാട്ടാൻ. അതിന് സാധിച്ചപ്പോഴാണ് കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ അധികാരത്തിലേക്ക് വരാൻ കോൺഗ്രസിന് സാധിച്ചത്. അവിടെ രേവന്ത് റെഡ്ഡിയോ സിദ്ധരാമയ്യയോ സെൽഫ് പ്രൊമോഷനുകൾ നടക്കുകയായിരുന്നില്ല. അവിടെ സംഘടനയെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് രേവന്ത് റെഡ്ഡി ആയാലും സിദ്ധരാമയ്യ ആയാലും DK ശിവകുമാർ ആയാലും പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അടിത്തട്ടിൽ സംഘടനയെ ചലിപ്പിച്ചു. ആ സംഘടനയെ ചലിപ്പിച്ചതിലൂടെ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ കർണാടകയിലൊക്കെ ആ പൈസ വാങ്ങുന്ന പേ CM എന്ന് പറയുന്ന ആ പ്രചരണമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് എത്ര പെട്ടെന്നാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു അഴിമതി ഭരണമാണ് എന്ന് വരുത്തി തീർക്കാൻ കൃത്യമായി അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവിടെ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസിന് സാധിച്ചു. BRSനെയും അതുപോലെ തുറന്നു കാട്ടാൻ ആ പ്രസ്ഥാനത്തെ ഒന്നടങ്കമാണ്, ആ ഭരണകൂടത്തെ ഒന്നടങ്കമാണ് തുറന്നു കാട്ടിയത്. അങ്ങനെ തുറന്നു കാട്ടാൻ സാധിച്ചു എന്നുള്ള ഇടത്താണ് തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ പ്രവർത്തനങ്ങളിൽ സംഘടനാപരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ഇടങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തു. ഏതെങ്കിലും വ്യക്തിയുടെ കേമത്വം കൊണ്ടല്ല കേരളത്തിൽ യു ഡി എഫിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകുന്നത് എന്ന്
തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാകുന്ന പക്ഷം അവിടെയാണ് UDFിൻ്റെ ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് നിരന്തരമായി ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി കേരളീയ ജനത വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള മൗഢ്യത്തിലേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ അബദ്ധമാണ്. ഇന്ന് കേരളം ഇപ്പോൾ ഒരു നേതാവിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് വേണ്ടിയിട്ടായിരിക്കും. നേരത്തെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായിരുന്നു, VSന് വേണ്ടി വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായിരുന്നു, ലീഡർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു, EK നായനാർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ മൊത്തം നേതാക്കന്മാരെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആളുകൾ താല്പര്യത്തോടു കൂടി വോട്ട് ചെയ്യണമെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടായിരിക്കണം. ആ നേതാവിനെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തരത്തിൽ വോട്ട് ചെയ്യണമെങ്കിൽ അത് പൊളിറ്റിക്കലായി ഉപയോഗപ്പെടുത്താൻ UDFന് സാധിക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ UDFിൽ നല്ല നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, ശശി തരൂരിനെ പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെ മിടുക്കരായിട്ടുള്ള നിരവധി ആളുകളുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ അതിലേതെങ്കിലും ഒരു വ്യക്തി തന്നെ മുഖ്യമന്ത്രിയായി കാണണം എന്നുള്ള അതിയായ അന്തരാളത്തിലെ ആ വെപ്രാളം കൊണ്ട് ഓടിപ്പോയി വോട്ട് ചെയ്ത് കളയാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അവരെ സ്വാധീനിക്കാൻ ഈ ഗിമിക്കുകൾ കൊണ്ട് നടക്കുന്ന സമയത്ത് സർക്കാരിനെ പ്രതിരോധിക്കാൻ, സർക്കാരിൻ്റെ തെറ്റായ പ്രവണതകൾ തുറന്നുകാട്ടാൻ, ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കാൻ ഈ നേതാക്കൾക്ക് സാധിച്ചില്ല എങ്കിൽ അത് ഉണ്ടാക്കുന്ന അപകടം വലുതായിരിക്കുമെന്ന് പറയാതെ വയ്യ. കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാടിൻ്റെയും സർവേ ഫലം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ കൂട്ടായ്മയായ PSR മാർക്കറ്റ് റിസർച്ച് പുറത്തുവിട്ടിരിക്കുകയാണ്. 1,20,000 എന്ന് പറയുന്ന വലിയ സാമ്പിൾ സൈസ് ഈ സർവേക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ DMK 33.24% വോട്ട് നേടി മുന്നിലെത്തുമ്പോൾ TVK വിജയിൻ്റെ പാർട്ടി 30.12% വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ പറയുന്നത്. AIADMK സഖ്യത്തിന്, BJPയും AIADMKയും ചേർന്നുള്ള സഖ്യത്തിന് 26.88% വോട്ടും NDKക്ക് 4.36% വോട്ടുമാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അത് സീറ്റുകളുടെ എണ്ണത്തിലേക്ക് മാറുമ്പോൾ അവിടെയും ഈ വോട്ട് ശതമാനത്തിലെ 30% എന്ന് പറയുന്ന നേട്ടം അത് സീറ്റുകളുടെ കാര്യത്തിലും ആവർത്തിക്കാൻ വിജയിൻ്റെ പാർട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ.